ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. സ്പാനിഷ് ഡിലൈറ്റ് കേക്ക്. ഇത് മറ്റുള്ള കേക്കായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനൊക്കെ കുറച്ചും കൂടി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ ഒരപ്പാര ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റി കേക്കാണിത്. അതുകൊണ്ട് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 200 ml കപ്പിലാണ് കേട്ടോ ഞാൻ അളന്നെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബൂസ്റ്റ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അത് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് അതിൽ തരികളൊക്കെ ഈ അരിപ്പയിൽ വന്നിട്ട് പിന്നെ അത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പം അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് ഞാൻ അത് കുറച്ച് പാലിൽ കലക്കി പിന്നീട് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഇട്ട് നന്നായിട്ട് ഒരു 2 ടൈംസ് ഒന്ന് അരിച്ചെടുക്കുക. ഇനി ബൂസ്റ്റ് പൗഡർ മിക്സാക്കി എടുക്കാനായിട്ട് 1/4 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ പെട്ടെന്ന് തന്നെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ക്രീമി ടെക്സ്ചറായിട്ട് കഴിയുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അത് മുഴുവനായിട്ട് ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടേബിൾ സ്പൂൺ ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഇപ്പോൾ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കണ്ടില്ല, നല്ല ക്രീമി ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്പാച്ചുല വെച്ചിട്ട് പതിയെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് പതഞ്ഞ് പൊങ്ങി നിൽക്കുകയാണല്ലോ. അപ്പോൾ ഈ പതയൊക്കെ അടങ്ങാത്ത വിധത്തിൽ ശ്രദ്ധിച്ച് പതിയെ നല്ലോണം തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഒരുമിച്ച് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത്. 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം കുറച്ച് മൈദയുടെ മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം പാലും ബൂസ്റ്റും കൂടി നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പതിയെ കട്ട് ആൻഡ് ഫോൾഡർ മെത്തേഡിൽ ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം വീണ്ടും കുറച്ച് മൈദ മിക്സ് ഇട്ട് കൊടുക്കുക. വീണ്ടും പാലിൻ്റെയും ബൂസ്റ്റിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു 3 പ്രാവശ്യമായിട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് വല്ലാതെ കുത്തി ഇളക്കി മിക്സ് ആക്കാതെ പതിയെ കട്ട് ആൻഡ് ഫോൾഡർ മെത്തേഡിൽ ഒട്ടും കട്ടയില്ലാതെ നല്ലോണം തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ അതല്ലെങ്കിൽ ഏതെങ്കിലും പഴയ പാത്രങ്ങളായാലും മതി. അടികട്ടിയുള്ളതാവണമെന്നേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിലേക്ക് ഇതുപോലെ ഒരു റിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുള്ളിലെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് നല്ലോണം തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിത് ഒഴിച്ചത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ 3/4 ഭാഗത്തോളം ഉണ്ട് കേട്ടോ ഈ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇത് ഏകദേശം ഒരു ഹാഫ് പോർഷനായിട്ട് ഇരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം നമുക്ക് കേക്ക് നന്നായിട്ട് പൊങ്ങി വരാനായിട്ടുള്ള സ്പേസ് എന്നാലേ ഉണ്ടാവുള്ളൂ. ഈ പാത്രം നന്നായി ചൂടായി കഴിഞ്ഞപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കിയപ്പോൾ ഇത് വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ആയതുകൊണ്ട് കുറച്ചും കൂടി ചെറിയ കേക്കായിരിക്കുമല്ലോ. അപ്പോൾ ഇത് പൊങ്ങി വരാനുള്ള സ്പേസ് ഇതിലില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കേക്ക് ടിന്നിൻ്റെ മുകളിലേക്കായിട്ട് ഇത് നിൽക്കുകയാണ്. ഇത് കുറച്ചും കൂടി ടൈം വേവാൻ വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ അളവിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 9 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനൊരു 10 മിനിറ്റ്സും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം സ്ക്യൂർ വെച്ച് ഒന്നും കൂടി ഒന്ന് കുത്തി നോക്കിയപ്പോൾ സ്ക്യൂർ ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചൂടാറി കഴിഞ്ഞപ്പോൾ ഇത് ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
ഇനി 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പീക്സ് കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മധുരം കൂടുതൽ താല്പര്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് ജസ്റ്റ് മിക്സാക്കി കൊടുത്തതിന് ശേഷം 3 ടേബിൾ സ്പൂണോളം ബൂസ്റ്റ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റർ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി 1 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഈ ബൂസ്റ്റ് പൗഡർ നന്നായിട്ട് ഇതിലേക്ക് മിക്സാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇളം ചൂടുള്ള പാലെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് നമുക്ക് ഷുഗർ സിറപ്പിന് പകരമായിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. കേക്ക് സോക്ക് ചെയ്യാനായിട്ടുള്ള ഷുഗർ സിറപ്പിന് പകരം ഈ സിറപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇളം ചൂടുള്ള പാലാണല്ലോ നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. കേക്ക് ഇവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൊലൈൻ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നട്ട്സ് നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് കൂടുതലോ കുറവൊക്കെ ആയിട്ട് എടുക്കാം കേട്ടോ. കാരണം നമുക്ക് കേക്കിൻ്റെ ഇടയിലിടാനായിട്ട് ലെയറിൻ്റെ ഇടയിലിടാനായിട്ട് കുറച്ച് നട്ട്സ് വേണം. അതുപോലെ മുകളിൽ നമ്മൾ ഏത് രീതിയിലാണോ ഡെക്കറേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നട്ട്സാണ് നമ്മൾ എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് നട്ട്സ് എടുത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നട്ട്സ് നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ബദാം, കാഷ്യൂ നട്ട്സ്, പീനട്ട്സ്, അതുപോലെ വാൾനട്ട്, ഹേസിൽ നട്ട്സ്, അങ്ങനെ ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ചധികം നട്ട്സ് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വേറെ രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും നട്ട്സ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് നട്ട്സ് എടുത്താൽ മതി കേട്ടോ. അപ്പം നിങ്ങൾ 1/4 കപ്പ് നട്ട്സാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട് 1/4 കപ്പ് പഞ്ചസാര തന്നെ എടുത്താൽ മതി. ഞാനിവിടെ 1/2 കപ്പ് നട്ട്സ് എടുത്തിട്ടുള്ളത് കൊണ്ട് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഒരു ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റായി തുടങ്ങുന്നൊന്ന് കാണുമ്പോൾ തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. അതിനുശേഷം കുറച്ചൊന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരമലൈസ്ഡ് നട്ട്സ് ഓർ പ്രൊലൈൻ ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവരത് കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് നീങ്ങി നിന്നിട്ട് മേലും കൈമേലും ഒന്നും തെറിക്കാത്ത വിധത്തിൽ ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ നട്ട്സ് കാരമലൈസ് ചെയ്ത് കഴിയുമ്പോൾ വല്ലാതെ ഹാർഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ഓപ്ഷനിലാണ് കേട്ടോ. ഇത് ഏകദേശം ഒന്ന് മെൽറ്റായിട്ട് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്കൊരു പാത്രത്തിലോ അതല്ലെങ്കിൽ ബട്ടർ പേപ്പറിലോ ഇതൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് പരത്തി വെച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഒടിച്ചെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് ബോട്ടിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലേക്കായിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബൂസ്റ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, പാലും ബൂസ്റ്റും കൂടിയുള്ള മിക്സ്, അത് ഇതിലേക്ക് നല്ലോണം തന്നെ ഒഴിച്ച് കൊടുത്ത് കേക്ക് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം. അതിന് മുകളിലേക്ക് ക്രീമാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ക്രഷ് ചെയ്ത നട്ട്സ് ഇട്ട് കൊടുക്കുക. വീണ്ടും രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായി ഒന്ന് സോക്ക് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ക്രീമാക്കി കൊടുത്ത ശേഷം മിൽക്ക് മെയ്ഡ് ഒഴിച്ചൊന്ന് പരത്തി കൊടുത്തിട്ട് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫൈനൽ ലെയർ വെച്ച് കൊടുത്ത ശേഷം ഒന്ന് സോക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രം കോട്ടിങ് ചെയ്ത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം എടുത്തതാണ് കേട്ടോ അത്. ഇനി നമുക്ക് ഫൈനൽ കോട്ടിങ് ചെയ്ത് കൊടുക്കാം.
ഫൈനൽ കോട്ടിങ്ങിന് എല്ലാ ഭാഗത്തും നന്നായിട്ട് ക്രീമാക്കി കൊടുക്കുക. സ്പഞ്ചിൽ ടച്ച് ചെയ്യാതെ നന്നായിട്ട് ക്രീമാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് ഫിനിഷായി കിട്ടും. പക്ഷേ വല്ലാതെ ഫിനിഷിങ് ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം ഷാർപ്പ് എഡ്ജ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മുകളിൽ നിറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വല്ലാതെ ഫിനിഷിങ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഷാർപ്പ് എഡ്ജിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഫിനിഷിംഗ് ആക്കി കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ഇത് ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കാരണം അത്ര വലിയ ഫിനിഷിങ്ങിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. സൈഡൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൈഡൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇനി മുകൾ ഭാഗത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതുപോലെ ഒന്ന് വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്ത ശേഷം സൈഡിലൊക്കെ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷനും കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്താവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പാര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ 1 ടൈമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക്